ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 54-ാമത്തെ ശ്ലോകം നോക്കാം. തസ്മാത് പ്രിയതമഃ സ്വാത്മാ സർവേഷാമപി ദേഹിനാം തദർത്ഥമേവ സകലം ജഗദേതച്ചരാചരം. തസ്മാത് പ്രിയതമഃ സ്വാത്മാ, തസ്മാത് അതുകൊണ്ട്, പ്രിയതമഃ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നു, സ്വാത്മാ അവരവരുടെ ആത്മാവ്, സർവേഷാം അപിദേഹിനാം സർവേഷാം എല്ലാ ദേഹിനാം അപിദേഹിനാം എല്ലാ ദേഹികൾക്കും അവരവരുടെ ആത്മാവ് ഏറ്റവും പ്രിയമാകുന്നു. തദർത്ഥമേവ സകലം, തദർത്ഥം ഏവ, രണ്ട് വാക്കുകളാണ് അവിടെ. തദർത്ഥം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് തന്നെ, ഏവ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ, സകലം എല്ലാം സമസ്തവും, ജഗദേതച്ചരാചരം ജഗത്ത്, ഏതത് ചരാചരം, മൂന്ന് വാക്കുകളാണ് അവിടെ. ജഗത് ഏതത് ഈ കാണപ്പെടുന്ന ലോകം, ചരാചരം എന്ന് പറഞ്ഞാൽ ചരമായിട്ടുള്ളതും അചരമായിട്ടുള്ളതും ഇളകുന്നതും ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള സർവ്വതും. അപ്പോൾ ഈ കഴിഞ്ഞ 2-3 ശ്ലോകങ്ങളിലായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് എന്താ? സകല ശരീരികൾക്കും അവരുടെ ആത്മാവിൽ തന്നെയാണ് ഏറ്റവും പരമമായിട്ടുള്ള പ്രേമമുള്ളത്. ചരങ്ങളായിട്ടുള്ള, നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, പ്രിയപ്പെട്ടത് പുത്രൻ, ഭാര്യ, അർത്ഥം, ഗൃഹം തുടങ്ങിയവയൊക്കെ. അപ്പോൾ ചരങ്ങളായിട്ടുള്ള നോക്കിയാൽ ഭാര്യ, പുത്ര ആദിയായിട്ടുള്ളത്, അചരമായിട്ടുള്ളത് നോക്കിയാൽ ഗൃഹം, അതുപോലെ തന്നെ മറ്റ് ധനം ഇത്യാദിയായിട്ടുള്ളവയൊക്കെയും. ഇവയൊക്കെ ആത്മസുഖത്തിനെ നൽകുന്നു. തൻ്റെ ശരീര സംബന്ധമായ, അത് ദേഹസംബന്ധമായ, ശരീര സംബന്ധം എന്ന് തന്നെയല്ല, മനസ്സിലും അത് പലതും സുഖത്തെ നൽകുന്നതാണ്. അപ്പോൾ ദേഹസംബന്ധമായ സുഖത്തെയൊക്കെ ഈ ദേഹസംബന്ധമായ വിഷയങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഈ ആത്മാവിനെ തന്നെയാണ് എല്ലാ ചരാചരങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തസ്മാത് പ്രിയതമഃ സ്വാത്മാ സർവേഷാമപി ദേഹിനാം തദർത്ഥമേവ സകലം ജഗദേതച്ചരാചരം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിയതമഃ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ സർവേഷാം അപിയാണ്, അതുകൊണ്ട് മായുടെ ആകാരം ശ്രദ്ധിക്കുക. തദർത്ഥമേവ, തദർത്ഥം ഏവ, മായുടെ എകാരം ശ്രദ്ധിക്കുക. ജഗദേതച്ചരാചരം, ച കൂട്ടക്ഷരമാണ്, ജഗത്ത് ഏതത് ചരാചരമാണ്. ഇനി അടുത്തത് 55-ാമത്തെ ശ്ലോകമാണ്. കൃഷ്ണമേനമവേഹി ത്വമാത്മാനമഖിലാത്മനാം ജഗദ്ധിതായ സോപ്യത്ര ദേഹി വാ ഭാതി മായയാ. കൃഷ്ണമേനമവേഹി, കൃഷ്ണം ഏനം അവേഹി, ഇങ്ങനെ 3 വാക്കുകളാണ്. കൃഷ്ണം ഏനം, ഏനം എന്ന് പറഞ്ഞാൽ ഈ, കൃഷ്ണം ഏനം ഈ കൃഷ്ണനെ, അവേഹി അറിഞ്ഞാലും, ത്വമാത്മാനമഖിലാത്മനം ത്വം നീ, ആത്മാനം ആത്മാവായിട്ടും, അഖിലാത്മനാം സകല ആത്മാക്കളുടെയും ആത്മാവായിട്ടും. അപ്പോൾ ഈ കൃഷ്ണനെ അല്ലയോ രാജശ്രേഷ്ഠ, അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, അങ്ങ്
ഇത് നന്നായി ഉറപ്പിച്ചുകൊള്ളുക. കൃഷ്ണനെ ഗോകുലവാസികളൊക്കെ ഇത്രയേറെ സ്നേഹിക്കുവാൻ കാരണം തങ്ങളിൽ നിന്നും ഭിന്നനല്ലാത്ത ഒരാളായിട്ടാണ് കൃഷ്ണനെ കണ്ടിരിക്കുന്നത്. അഥവാ തങ്ങൾ തന്നെ അതാണ് എന്ന് കണ്ടിട്ടാണ്, തങ്ങളെയാണ് സാധാരണ ലൗകികര് ഈ ദേഹത്തെ ആത്മാവായി കണ്ടുകൊണ്ട് ദേഹത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതുപോലെ അല്ലെങ്കിൽ അതിലേറെ ഗോകുലവാസികള് ഈ കൃഷ്ണനെ സ്നേഹിക്കുവാൻ കാരണം, അല്ലയോ രാജാവെ, അങ്ങ് അറിഞ്ഞാലും ഈ കൃഷ്ണൻ ആരാണെന്ന് അറിയുമോ അങ്ങേക്ക്? സകല ആത്മാക്കളുടെയും ആത്മാവായിട്ട് ശോഭിക്കുന്നവനാണ്. ജഗദ്ധിതായ സോപ്യത്ര. ജഗദ്ധിതായ, ജഗത്ത് ഹിതായ ആണ് ജഗദ്ധിതായ. ഈ ജഗത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ഹിതത്തിനു വേണ്ടി സോപ്യത്ര. സഹ അപി അത്ര ആണ് സോപ്യത്ര. സഹ എന്ന് പറഞ്ഞാൽ അവനും, അതായത് ആ കൃഷ്ണനും, സഹ അപി ആ കൃഷ്ണനും, അത്ര എന്ന് പറഞ്ഞാൽ ഈ ഗോകുലത്തില ദേഹി വാഭാതി. ദേഹി ഇവ ആഭാതി, 3 വാക്കുകൾ ചേരുന്നതാണ് ദേഹി വാഭാതി. ദേഹീവ, ദേഹിയെപ്പോലെ, ദേഹമുള്ളവൻ എന്ന പോലെ, ഈ ശരീരം സ്വീകരിച്ച് വന്നിരിക്കുന്നവനാണ് എന്നതുപോലെ, താൻ ഈ ശരീരമാണെന്ന രീതിയിൽ എപ്രകാരം മറ്റുള്ളവർ ചിന്തിക്കുന്നുവോ പ്രവർത്തിക്കുന്നുവോ, ഭഗവാൻ അവതാരമെടുത്ത് അമ്പാടിയിൽ വന്നപ്പോൾ അവരിൽ നിന്നും ഭിന്നനായിട്ടല്ല, അവരിൽ ഒരാളായി അവരെ പോലെ തന്നെ ദേഹമുള്ളവനെന്ന പോലെ ആഭാതി ശോഭിക്കുന്നു ഭഗവാൻ. മായയ, എങ്ങനെ? തൻ്റെ മായ കൊണ്ട്. ഭഗവാൻ എന്താണ് എന്നറിയുന്നത് അവിടെ ആ ശ്രീകൃഷ്ണൻ മാത്രമാണ്. ആ കൃഷ്ണനുണ്ണിക്ക് മാത്രമേ അറിയുള്ളൂ താൻ ആരാണെന്ന്. ബാക്കിയുള്ളവരൊക്കെ കാണുന്നത് അവരുടെയൊക്കെ കണ്ണുകളിൽ ഈ കൃഷ്ണനുണ്ണിയും അവരെ പോലെ തന്നെ ദേഹം സ്വീകരിച്ച് യശോദാമ്മയ്ക്കും വസുദേവർക്കും പുത്രനായി വന്നു ഭവിച്ച ഒരു ഉണ്ണി എന്ന് മാത്രമേ അവർക്കും അറിയൂ. എന്നാൽ കൃഷ്ണൻ അറിയാം കൃഷ്ണൻ ആരാണെന്ന്. ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ അതെവിടെ വെച്ചിരുന്നാലും എന്തുകൊണ്ട് പൊതിഞ്ഞു വെച്ചിരുന്നാലും അതിൻ്റെ ഗുണം അത് കാണിക്കുന്നത് പോലെ ഭഗവാൻ തൻ്റെ മായ കൊണ്ട് തൻ്റെ ഈ സ്വരൂപത്തെ, ശുദ്ധ സത്വരൂപത്തെ മറച്ചിരിക്കുന്നുവെങ്കിലും ഭഗവാന്റെ രൂപത്തിൻ്റെ, ഭഗവാൻ എന്ന തത്വത്തിൻ്റെ മഹത്വമാണ് അതിലേക്ക് കാന്തം ഇരുമ്പിനെ ആകർഷിക്കും പോലെ ആ ആകർഷണ വലയം അതിൻ്റെ ചുറ്റുമുണ്ടാവും എപ്പോഴും. അതിൻ്റെ അടുത്തെത്തുന്നവരൊക്കെയും അതിനാൽ ആകർഷിക്കപ്പെടുന്നു. അത് പ്രകൃതി നിയമമാണ്. അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ ആ ഗോകുലവാസികളുമൊക്കെ ഭഗവാനോട് ഇത്രയേറെ മമതയിൽ, ഇത്രയേറെ പ്രേമഭാവത്തിൽ ഭഗവാനോട് സദാ ചേർന്നിരിക്കുവാൻ കാരണവും. അപ്പോൾ ഈ കൃഷ്ണൻ ആരാണെന്ന്, അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവെ, അവർക്ക് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവരറിയാതെ ആ കാന്തത്തിനാൽ ആകർഷിക്കപ്പെടുകയാണ്, കൃഷ്ണവർണ്ണത്തിലുള്ള കാന്തത്താൽ ആകർഷിക്കപ്പെടുകയാണ്. എന്നിരുന്നാലും അങ്ങ് ചോദിച്ചുവല്ലോ ആരാണെന്ന്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. അങ്ങ് അറിഞ്ഞാലും ആരാണ് ഈ കൃഷ്ണൻ? സകല ദേഹികളുടെയും ഉള്ളിൽ വസിക്കുന്ന ആ ഈശ്വര ചൈതന്യം തന്നെയാണ് കൃഷ്ണൻ. ഓരോ ജീവനും തൻ്റെ ദേഹത്തെ തന്നെ അല്ലെങ്കിൽ തൻ്റെ പ്രാണനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആ ഈശ്വര ഭാവത്തെയാണ് എന്നർത്ഥം, ഈ കൃഷ്ണനുണ്ണിയാണ് എന്നർത്ഥം. പിന്നെ ഗോകുലവാസികൾക്ക് കിട്ടിയൊരു മഹാഭാഗ്യമാണ് അതിനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവും വിധം കൺമുൻപിൽ കിട്ടി എന്നുള്ളത്. അതിനെ ലാളിക്കുവാൻ, ശകാരിക്കുവാൻ, അതിൻ്റെ കുറുമ്പുകൾ കണ്ട് ആസ്വദിക്കുവാൻ ആ ഗോകുലവാസികൾക്ക് കിട്ടിയ മഹാഭാഗ്യം എന്നേ പറയേണ്ടൂ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കൃഷ്ണമേനമവേഹി ത്വമാത്മാനമഖിലാത്മനാം ജഗദ്ധിതായ സോപ്യത്ര ദേഹി വാ ഭാതി മായയാ.
ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കൃഷ്ണമേനം അവേഹി, കൃഷ്ണം ഏനം അവേഹിയാണ്, കൃഷ്ണമേനം അവേഹി. അപ്പോൾ കൃഷ്ണമേനം, മായുടെ കാരം ശ്രദ്ധിക്കുക. കൃഷ്ണമേനം അവേഹി, മായുടെ രണ്ടാമത്തെ മായുടെ അകാരവും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത് ത്വമാത്മാനം അഖിലാത്മനാം, ത്വം ആത്മാനം അഖിലാത്മനാം. ത്വം ആത്മാനം, മായുടെ ആകാരം ശ്രദ്ധിക്കുക, നീട്ടിയെടുക്കുക. അതേസമയം അഖിലാത്മനാം, ആ മായുടെ ആകാരം, അവിടെ അകാരം ഉണ്ടാവണം, മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കണം, പക്ഷെ നീട്ടേണ്ടതില്ല. അഖിലാത്മനാം എന്നാണ്. പിന്നെ ജഗത് ഹിതായ, അവിടെയും ജഗത്ത് ഹിതായ ആണ്. നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മതിയാകും, പദം പിരിക്കണ്ട. അവിടെ സോപ്യത്ര, അവിടെ വിശ്ലേഷണമുണ്ട്, ഒകാരം നീട്ടിയെടുക്കുക. അതുപോലെ സഹ അപി അത്ര ആണ്, പ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ദേഹി ഇവാഭാതി, ദേഹി ഇവ ആഭാതിയാണ്. അപ്പോൾ വായുടെ അകാരമൊക്കെ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 56-ാമത്തെ ശ്ലോകമാണ്. വസ്തുതോ ജാനതാമത്ര കൃഷ്ണം സ്ഥാസ്നു ചരിഷ്ണു ച ഭഗവദ്രൂപമഖിലം നാന്യദ്വസ്ത്വിഹ കിഞ്ചന. വസ്തുതോ ജാനതാമത്ര, വസ്തുതഃ ജാനതാം അത്ര, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് വസ്തുതോ ജാനതാമത്ര. വസ്തുതഃ എന്ന് പറഞ്ഞാൽ വസ്തുതയായിട്ട് അല്ലെങ്കിൽ പരമാർത്ഥമായിട്ട്, ജാനതാം അറിയുന്നവർക്ക്, അത്ര ഇവിടെ ഈ ലോകത്തില്, കൃഷ്ണം സ്ഥാസ്നു ചരിഷ്ണു ച, കൃഷ്ണം കൃഷ്ണനെ, സ്ഥാസ്നു ചലിക്കാത്തതും അതേപോലെ ചരിഷ്ണു ച ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള ഭഗവദ്രൂപമഖിലം. അഖിലം, ഭഗവദ്രൂപം, അഖിലം 2 വാക്കുകളാണ്. അഖിലം എന്ന് പറഞ്ഞാൽ സർവവും, ഭഗവദ്രൂപം അത് ഭഗവാന്റെ തന്നെ സ്വരൂപമായിട്ട് കാണുന്നു. നാന്യത്, ന അന്യതാണ്, നാന്യത് മറ്റൊന്ന് ഇല്ല തന്നെ. വസ്തുഇഹ കിഞ്ചന, ന അന്യത് വസ്തു ഇഹ, ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നത്. നാന്യത് വസ്തുഇഹ, വസ്തു എന്ന് പറഞ്ഞാൽ അതല്ലാത്തതായിട്ടുള്ള മറ്റൊന്നും തന്നെ, ഇഹ ഈ ഭൂമിയിൽ, കിഞ്ചന ഇല്ല തന്നെ, ഒന്നും തന്നെയും അങ്ങനെ ഇവിടെ ഇല്ല. അപ്പോൾ പരമാർത്ഥത്തെ അറിയുന്ന ഒരു വ്യക്തിക്ക് ഏതൊരു പരബ്രഹ്മത്തിലാണോ ഈ സർവജഗത്തും നിലകൊള്ളുന്നത്, ഏതൊരു പരമാത്മാവിൻ്റെ ഭാഗമാണോ ഈ സർവജഗത്തും, ആ പരമാത്മാവിനെ നന്നായി അറിയുന്നവർക്ക്, താൻ അതിൽ തന്നെയാണ് ഉദിക്കുന്നതും നിലനിൽക്കുന്നതും ലയിക്കുന്നതും എന്ന് ബോധ്യമുള്ളവർക്ക്, സമുദ്രജലത്തിൽ നിന്നും ഉദിക്കുന്ന കുമിളകൾ അതിൽ തന്നെ നിലനിൽക്കുന്നു, അതിൽ തന്നെ ലയിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും ലയിക്കുന്നതും ഒന്നിൽ തന്നെയാണ് എന്നറിയുന്നവർക്ക്, ആ പരമാത്മ ചൈതന്യം മാത്രമാണ് ഇവിടെയുള്ളത് എന്നറിയുന്നവർക്ക്, എവിടെ നോക്കിയാലും സമുദ്രം മാത്രമേയുള്ളൂ. ചിലയിടത്ത് കുമിളകൾ വലുതും ചെറുതും അങ്ങനെയൊക്കെയായിട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടാവാം, ചിലയിടത്ത് അലകളായിട്ടുണ്ടാവാം. അപ്പോൾ രൂപത്തിലും ഭാവത്തിലും മാറ്റമുണ്ടാവാം. കടലിലെ തിരമാലകളും കുമിളകളും ഒക്കെയും ഒന്നിൻ്റെ തന്നെ ഭാഗമാണ്. അതിൻ്റെ രൂപത്തിലോ വലിപ്പത്തിലോ നിറത്തിലോ ഗുണത്തിലോ ഒന്നും ഒക്കെ ഭേദമുണ്ടെങ്കിലും ആത്യന്തികമായി അതെല്ലാം ഒന്നിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ ഇതേപോലെയാണ് പരമാർത്ഥജ്ഞാനത്തെ അറിയുന്നത്, പരമാത്മ സ്വരൂപത്തെ അറിയുന്നത്. ആ ഒന്നിൽ തന്നെയാണ് ഇതെല്ലാം, സർവജഗത്തുക്കളും, അത് ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള സർവ വസ്തുവും ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും ലയിക്കുന്നതും എന്നറിയുന്നവർക്ക് അതല്ലാതെ ഇവിടെ മറ്റൊന്നില്ല. എവിടെ നോക്കിയാലും, കടലിൻ്റെ അടുത്ത് പോയി നിന്ന് എവിടെ നോക്കിയാലും കടലിലെ
ജലം മാത്രമാണ് കാണാനാകുന്നത് എന്നതുപോലെ അത് ചിലപ്പോൾ ചെറിയ തിരകളായിട്ടാവാം, വലിയ തിരകളായിട്ടാവാം, ഇല്ല വെറുതെ പാദങ്ങളെ തഴുകാൻ വരുന്ന അലകളായിട്ടാവാം, അതുമല്ലെങ്കിൽ കുമിളകളായിട്ടാവാം, വലിയ സുനാമിയുടെ രൂപത്തിലാകാം. ഏത് രൂപഭാവത്തിൽ വന്നാലും എല്ലാം കടലിലെ ജലം തന്നെയാണ്, കടൽ തന്നെയാണ് എന്ന് പറയും പോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഭഗവാനെ അവിടുത്തെ സ്വരൂപം മാത്രമായി അറിയുന്നു. ആർക്ക്? പരമാർത്ഥജ്ഞാനത്തെ, ആ സത്യത്തെ, ആ സത്വസ്വരൂപത്തെ അറിയുന്നവർക്ക് ഇവിടെ അതല്ലാതെ മറ്റൊന്നില്ല എന്നവർ അറിയുന്നു. മറ്റൊരു വസ്തുവും അവർക്കിവിടെ കാണുവാനും കഴിയില്ല. എല്ലാം ആ സത്യസ്വരൂപൻ്റെ ലീലയിൽ പിറന്നുവെന്ന് തോന്നുന്ന, ജനിച്ചുവെന്ന് തോന്നുന്ന, അതേസമയം അതിൽ തന്നെ നിലനിൽക്കുകയും അതിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്ന വെറും മായ മാത്രമാണ് എന്ന്, ഇതൊക്കെ ഒരു മായയാണ്, ഉണ്ട് എന്ന് പറയുന്നത് അടുത്ത നിമിഷം ഇല്ലാതെയാകുന്നത് പോലെ. അപ്പോൾ തൊട്ടു മുൻപ് കണ്ടതോ അന്നേരം ഉണ്ടായിരുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് തോന്നിച്ചു, അതിൽ തന്നെ ഉണ്ടായി, നിലനിന്നു, ഇല്ലാതെയായി. ഒന്ന് മാത്രമേ, ആ പരമാർത്ഥ തലത്തിൽ ഒന്ന് മാത്രമേ ഇവിടെയുള്ളൂ എന്ന സത്യത്തെ അറിയുന്നവർ, തത്വബോധമുള്ളവർ മനസ്സിലാക്കുന്നു. ഇവിടെ ആ ശ്രീകൃഷ്ണ ഭഗവാനല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെയില്ല. കടലിലെ ജലം നീല നിറത്തിലെ ഒരു കുപ്പിയിലെടുത്താൽ നീല നിറത്തിൽ ആ കുപ്പിയുടെ ആകൃതിയിൽ കാണപ്പെടുന്നു. ഒരു കുടത്തിലാണ് എടുക്കുന്നതെങ്കിൽ ആ കുടത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു. ഇതെല്ലാം ഭഗവാന്റെ മായ തന്നെ. എന്നാലോ ഇത് പുറമേ കാണുന്നത് ഇങ്ങനെയാണെങ്കിലും അതിൻ്റെ പാരമാർത്ഥിക തലത്തിൽ അതിനൊരൊറ്റ സ്വരൂപമേ ഉള്ളൂ, ഈശ്വരൻ എന്ന ഒരൊറ്റ സ്വരൂപം. അപ്പോൾ അറിവുള്ളവരുടെ അനുഭവജ്ഞാനം തന്നെയാണ് ഇതിന് പ്രമാണം. കാരണം അറിവുള്ളവർക്കറിയാം ഇത് സർവവും ഒന്ന് തന്നെയാണ്, വിശാലമായ അനന്തമായ ഒന്നിൻ്റെ ഭാഗമാണ് ഈ സർവവും, ഈ കാണുന്നതെല്ലാം എന്നറിയുന്നു. അത് ഇല്ലാത്തവർക്കാണ് രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ ഭേദം ദർശിക്കുന്നതും അതിനനുസരിച്ച് ലൗകിക തലത്തിൽ കഴിയുന്നവർക്ക് ദേഹമാണ് പരമപ്രധാനമായിട്ടുള്ളതെന്നും ആ ദേഹത്തിനേക്കാൾ കേമമായി മികച്ചതായി മറ്റൊന്നില്ല എന്നും തോന്നുന്നത്. എന്നാൽ ആത്യന്തികമായി ശ്രേഷ്ഠമായിട്ടുള്ളതും എന്നും നിലനിൽക്കുന്നതും നാശമില്ലാത്തതും പല രൂപങ്ങളിൽ ഉണ്ട് എന്ന് തോന്നിക്കുന്നതും ഒരേ ഒരു സത്യം മാത്രമാണ് എന്ന് അനുഭവജ്ഞാനികൾക്ക് അറിയുന്നു. ശ്ലോകം നമുക്കിനി ഒന്നുകൂടി നോക്കാം. വസ്തുതോ ജാനതാമത്ര കൃഷ്ണം സ്ഥാസ്നു ചരിഷ്ണു ച ഭഗവദ്രൂപമഖിലം നാന്യദ്വസ്ത്വിഹ കിഞ്ചന. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വസ്തുതോ ജാനതാമത്ര. അവിടെ വസ്തുതോ ജാനതാം, അവിടെ വിശ്ലേഷണമുണ്ട്, ഒകാരം നീട്ടിയെടുക്കുക. അതുപോലെ അത്ര എന്ന് പറയുന്ന മായുടെ അകാരം ശ്രദ്ധിക്കുക. ഭഗവദ്രൂപമഖിലം, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മായുടെ അകാരവും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് നാന്യദ്വസ്തുഇഹ. ന അന്യത് വസ്തു ഇഹ ആണ്. പദം എങ്ങും പിരിക്കണ്ട, പക്ഷെ വായിക്കുമ്പോൾ വാക്കുകൾ മനസ്സിലാക്കി നാന്യത്, ന അന്യത് എന്നുള്ളിടത്ത് അകാരം കൊടുക്കുക. വസ്തു ഇഹ, അവിടെ ഇകാരം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വായിക്കുക. ഇനി അടുത്തത് 57ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.